ഞാൻ വർക്കല കാപ്പിൽ ബീച്ചിൽ നിന്ന് ബസ് കയറി കിളിമാനൂരെത്തി. അങ്കമാലിയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന MC റോഡിലാണ് കിളിമാനൂർ. പലചരക്ക് വ്യാപാര കേന്ദ്രമായ കിളിമാനൂർ ചന്ത പുതിയ രാവിലാണ്. ഞാൻ കിളിമാനൂർ ബസ്സിൽ നിന്ന് ബസ് കയറി പാലസിൽ പോകാൻ വേണ്ടി ചൂട്ടയിലെത്തി. കിളിമാനൂർ പാലസ് 6 ഹെക്ടറിൽ 1753 പണിത കൊട്ടാരം. ഈ കൊട്ടാരത്തിലാണ് പ്രശസ്തരായ പല വ്യക്തികളും ജനിച്ചത്. രാജ രവിവർമ്മ പ്രശസ്ത ചിത്രകാരൻ കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് രാഘവവർമ്മയും ഈ കൊട്ടാരത്തിലാണ് ജനിച്ചത്. വേലുത്തമ്പി ദളവയുടെ വാള്. വേലുത്തമ്പി ദളവ അവസാനത്തെ യുദ്ധം, ബ്രിട്ടീഷുകാരുമായുള്ള അവസാനത്തെ യുദ്ധം പുറപ്പെടുന്നതിന് മുമ്പേ ആ വാള് ഈ കൊട്ടാരത്തിലാണ് ഏൽപ്പിച്ചത്. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആ വാള് ഈ കൊട്ടാരത്തിൽ നിന്ന് സ്വീകരിച്ച് നാഷണൽ മ്യൂസിയം ഇൻ ഡൽഹിയിൽ കൊണ്ടുപോയി. ആ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള നാപ്പിയർ മ്യൂസിയത്തിലുണ്ട്. ഇതാണ് കൊട്ടാരം. കൊട്ടാരം ഇപ്പോഴും രാജ രവിവർമ്മ ചിത്രശാല എന്നും പറഞ്ഞ് നമുക്ക് എൻട്രി പാസ് തരും. ഇത് കിളിമാനൂർ പാലസിൻ്റെ ട്രസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കയറി കാണാനുള്ള സ്വാതന്ത്ര്യമില്ല. രാജകുടുംബത്തിലെ 5ാം തലമുറ ഇന്നും അവിടെ താമസിക്കുന്നുണ്ട്. ഇതാണ് ഗേറ്റ്. പക്ഷേ അതിസുന്ദരമായ പാലസാണ്. ഈ പാലസ് നിലനിൽക്കണമെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ചിത്രശാല. ഇതിൻ്റെ ഉള്ളിൽ രാജരവിവർമ്മയുടെ പടങ്ങൾ ഇഷ്ടമാതിരി ഉണ്ട്. പക്ഷേ ഞാൻ പടം എടുത്തില്ല. ഇനി എന്തെങ്കിലും വിരോധം അവർക്ക് തോന്നിയാലോ? പ്രൈവറ്റ് ട്രസ്റ്റല്ലേ. ഇതിൻ്റെ ചുറ്റും നടന്ന് ഞമ്മക്ക് കാണാം. ചുറ്റും പുറത്തുനിന്ന് എടുക്കാം. അകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോയിലാണ് ഞാനിത് ഒതുക്കിയത്. ഈ കൊട്ടാരം നമ്മൾ പോയി കാണണം. നമ്മുടെ പഴയ രാജാവായിരുന്നല്ലോ. അവർ സാധനം ഒഴിഞ്ഞിരുന്നെങ്കിലും അവർക്ക് നമ്മൾ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കേണ്ടതില്ല. എന്തായാലും ഇന്നത്തെ ഭരണാധികാരികളെക്കാളും നല്ലവരായിരിക്കും അന്നത്തെ രാജാക്കന്മാർ. അവരുടെ ഭരണം നമ്മുടെ ഇന്നത്തെ ഭരണത്തെക്കാളും നല്ലതുമായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഭരണകാലത്ത് അന്നത്തെ രാജാക്കന്മാരുടെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ എന്താവും? ആ അധികാരം ഇല്ലാഞ്ഞിട്ടും നമ്മളെ അടിച്ചമർത്തിയല്ലേ ഭരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? നമ്മുടെ അവകാശങ്ങളെല്ലാം സാധിച്ചു തരുന്നുണ്ടോ? ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ പോയിട്ടാണോ നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരം? ഇവിടെയാണ് കൊട്ടാരത്തിൽ പോകാനുള്ള ബസ് ഇറങ്ങിയത്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാല് എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. ഇതാ കിളിമാനൂർ ബസ് സ്റ്റാൻഡ്. ഞാൻ വീണ്ടും ഇവിടെ വന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ആ വീഡിയോയും നിങ്ങൾ കാണണേ. അടുത്ത വീഡിയോയും ഇവിടെ ചട്ടികൾ വിൽക്കുന്ന സ്ഥലം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത്